കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കൊണ്ടുപോയാലും ഒരു കാര്യം, ഐ എം സോറി. ശിവനെ, മഹാദേവ, എന്താ ഇതിങ്ങനെ? നീ ഞങ്ങളെ പരീക്ഷിക്കുകയാണോ അതോ ഞങ്ങൾ ശിക്ഷിക്കുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. വർഷാവർഷങ്ങളായിട്ട് നിന്നെ വിശ്വസിച്ച് നിനക്ക് പൂജ ചെയ്യുന്ന ഞങ്ങൾക്ക് നീ തന്ന പ്രതിഫലം ഇതാണോ? ഇതാണോ ദൈവമേ? ഇതാണോ? അയ്യോ, മുത്തശ്ശി കരയാതെ മുത്തശ്ശി. കരയല്ലേ മുത്തശ്ശി? എന്റെ ഭർത്താവ് മരിച്ചപ്പോ എന്റെ തലവിധി ഇതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ മോൻ മരിച്ചപ്പോ അവന്റെ ആയുസ് ഇത്രയേ ഉള്ളെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു. ഇപ്പൊ എന്റെ കൊച്ചുമോൻ ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുക. മറുവശത്ത് അച്ഛനും അമ്മ ഇല്ലാത്ത എന്റെ കൊച്ചുമോളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇത്രയും കഷ്ടവും നഷ്ടവും വേദനയും ഒക്കെ എല്ലാം സഹിച്ചും മനസ്സിനെ കല്ലാക്കി ശില പോലെ ഇരിക്കാൻ ഞാൻ അങ്ങേ പോലെ ദൈവമൊന്നുമല്ല. എനിക്കിതിന് കഴിയില്ല. മുത്തശ്ശി സമാധാനിക്കും മുത്തശ്ശി. ഞാൻ മനുഷ്യനാ മോളെ, സാധാരണ മനുഷ്യൻ. എന്റെ ഹൃദയം തകരുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഇതൊക്കെ കണ്ടിട്ട് നീ എങ്ങനെയാ മിണ്ടാതിരിക്കുന്നത്? എങ്ങനെയാ അങ്ങിങ്ങനെ നിശബ്ദനായിരിക്കുന്നത്? മുത്തശ്ശി, ദൈവത്തെ പോലെ ഞങ്ങൾക്ക് വരവൊന്നും അങ്ങ് തരണ്ട. കുറഞ്ഞ പക്ഷം അടുത്തുള്ള മനുഷ്യരെ പോലെ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ മാത്രം മതി. നിന്റെ മഹിമ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും നിനക്ക് മനസാക്ഷി കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കൊച്ചുമകനെ അങ്ങ് രക്ഷിക്കണേ. ദയവ് ചെയ്ത് രക്ഷിക്ക്, അവനെ രക്ഷിക്ക്. എന്റെ മോനെ മോനെ രക്ഷിക്ക്. മുത്തശ്ശി കരയല്ലേ മുത്തശ്ശി? എന്തൊരു പരീക്ഷണമാ മഹാദേവ! ഇതങ്ങയുടെ പരീക്ഷണമാണെന്ന് വിചാരിക്കണോ അതോ ആ കുട്ടികളോട് അങ്ങ് പകപൊക്കുകയാണെന്ന് വിചാരിക്കണോ? ആ അർജുനും ഭവാനിയും തമ്മിലുള്ള ബന്ധം 7 ജന്മങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെന്ന് അങ്ങക്ക് അറിയാവുന്നതല്ലേ? കഴിഞ്ഞ 6 ജന്മമായി അവർ രണ്ടുപേരും ഒന്നു ചേരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നു ചേരാൻ കഴിയാതെ പിരിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നു. അവരിൽ അങ്ങ് കരുണ കാണിക്കില്ലേ മഹാദേവ? ഈ ജന്മത്തിലെങ്കിലും അവരെ നീ ഒന്നിപ്പിക്കുമോ മഹാദേവ? അവരുടെ കല്യാണം ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാകുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഈ ജന്മത്തിലും
അവരുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും കണ്ട അങ്ങ് മൗനമായിരിക്കുന്നത് എന്താണ് മഹാദേവ? അങ്ങയുടെ വിശ്വാസികൾ അങ്ങയോട് സഹായം ചോദിച്ചാൽ അവരെവിടെ തന്നെ ആയാലും സഹായിക്കേണ്ടതല്ലേ? ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനെന്നൊരു പേര് അങ്ങേക്കില്ലേ മഹാദേവ? ചോദിക്കാതെ സ്വയം അറിഞ്ഞ് വരം കൊടുക്കുന്നവനെന്നും ഒരു വിശേഷണം അങ്ങേക്ക് സ്വന്തമായില്ലേ മഹാദേവ? അത്രയ്ക്ക് വലിയ മനസ്സാണ് അങ്ങയുടേത്. അങ്ങനെയുള്ളപ്പോ അവരെ തീരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയല്ല മഹാദേവ. അങ്ങയുടെ ഓരോ പരീക്ഷണങ്ങൾക്ക് പിന്നിലും എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാകുമെന്ന് വളരെ നന്നായി എനിക്കറിയാവുന്നതാണ്. എനിക്കറിയാം ഇപ്പോഴത്തെ ഈ പരീക്ഷണം ഉണ്ടല്ലോ, എന്തിനാ മഹാദേവ അത്? കാരണം എന്തു ആയിക്കോട്ടെ, എന്ത് പ്രശ്നം തന്നെ ആയാലും, അങ്ങയുടെ പദ്ധതികൾ എന്ത് തന്നെ ആയാലും അവരുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കൂ മഹാദേവ. ദയവായി അനുഗ്രഹിക്കൂ മഹാദേവ. നീ വിശ്വസിക്കുന്ന നാഗദേവതയെ സാക്ഷി നിർത്തി പറയുന്നു. നിന്നെ വിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. എങ്ങനെയെങ്കിലും എന്റെ കൊച്ചുമോനെ അങ്ങ് തന്നെ രക്ഷിക്കണം.
സുന്ദരിയായിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സ് വരുന്നേ ഇല്ല. അതാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ കിടന്ന് തന്നെ തട്ടിപ്പോവും. വീരഭദ്രന്റെ മോൻ തന്നെ ഭവാനിയെ കല്യാണം കഴിക്കുകയും ചെയ്യും. അർജുന്റെ അവസ്ഥ അറിയാമായിരുന്നിട്ടും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാതെ എന്തിനാ ഈ ഗസ്റ്റ് ഹൗസിലോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ, നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോകാം. കുറച്ചുനാൾ മുമ്പെയാണ് അപ്പച്ചി മരണത്തിലേക്ക് പോയിട്ട് ജീവനോടെ തിരികെ വന്നത്. ഇപ്പോ അപ്പച്ചിക്ക് സുഖമില്ലാതിരിക്കുമ്പോ അർജുൻ ഇങ്ങനെ ആയി എന്നറിഞ്ഞ അപ്പച്ചിയെ കൊണ്ട് താങ്ങാനാവില്ല കൗസല്യ. ഭവാനിക്കും അർജുനും കല്യാണമായി എന്നറിഞ്ഞപ്പോ അപ്പച്ചി എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ? പക്ഷെ ഇപ്പോ ഒരു ഭാഗത്ത് ഭവാനിയെ കാണുന്നില്ല, മറുഭാഗത്ത് അർജുന്റെ കാര്യം കൂടി അറിഞ്ഞ അപ്പച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന പേടികൊണ്ടാ ഞാൻ അളിയനെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവന്നത്. നീയും ഭവാനിയും മുഹൂർത്തക്കാലിൽ ചുറ്റി വരുന്നത് കണ്ടപ്പോ നിങ്ങളുടെ കല്യാണം ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അതേ അളവിൽ തന്നെ ഇപ്പൊ കരയേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നല്ലോ. ഇത് ദൗർഭാഗ്യമാണെന്ന് വിചാരിക്കണോ, സമയദോഷമാണെന്ന് വിചാരിക്കണോ, അതോ നമ്മുടെ തലയിലെടുത്താണെന്ന് വിചാരിക്കണോന്ന് അറിയില്ല. അയ്യോ എന്റെ ദൈവമേ. നിന്റെ ദൗർഭാഗ്യം വീരഭദ്രന് ഭാഗ്യമായി ഭവിച്ചത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നൊന്ന് കണ്ണു തുറന്ന് നോക്കും മോനെ. നീ മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാവരെയും സഹായിക്കുന്നവനാ. നീ കൊടുത്ത ധൈര്യത്തിൽ എല്ലാവരും ഇപ്പൊ മുന്നോട്ട് പോകുന്ന. നീ ഈ അവസ്ഥയിൽ തുടർന്ന ഞങ്ങൾക്ക് പിന്നെ ആരാടാ ഉള്ളത്? നമുക്ക് ധൈര്യം പകരാൻ ആരാ മോനെ വരിക?
ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നോ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറൂ. പിന്നെന്തിനാ കുട്ടി ഞങ്ങളെ സഹായിക്കുന്നത്? നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് അനുഭവ സമ്പത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കൂടെ പിറക്കണമെന്നുള്ള ആവശ്യവും ഇല്ല.